തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രതികളുടെ ഓണാഘോഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി കെ മുരളീധരൻ. ഭരണം മാറിയതറിയാത്ത ചില ഉദ്യോഗസ്ഥരാണ് പിന്നിൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസുകാരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച ഉദ്യോഗസ്ഥനാണ് പ്രതിക്ക് മുണ്ടും ഷർട്ടും വാങ്ങി നൽകിയതെന്നും മന്ത്രിയായതുകൊണ്ട് താൻ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അത് ഭരണം മാറിയതറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസിൽ. അതിൻ്റെ ദോഷമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാരെ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറയാം, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ വിദ്വാൻ പറഞ്ഞിട്ടാണ് ഈ പഴയ കൗൺസിലർക്ക് മുണ്ടും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തു. അതേതായാലും ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജിൻ വാഴന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, ഈ വിവാദമായ പ്രതികളുടെ ഓണാഘോഷത്തിൽ ഒരേ സമയം പോലീസിനും പ്രതികൾക്കും പണി വരാൻ പോകുന്നു എന്ന സൂചനകൾക്കിടെയാണ് മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ചത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ കെട്ടിയ ഊഞ്ഞാലിലാടുകയും ഒപ്പം തന്നെ ചെണ്ട കൊട്ടുകയും ഒക്കെ ചെയ്താണ് അവർ ഓണാഘോഷം നടത്തിയത്. അതിൽ ആ പരിപാടികളിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് മുൻ കൗൺസിലർ IP ബിനുവാണ്. അദ്ദേഹം ഈ കേസിൽ ജയിലിലായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോഴാണ് ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. എന്തായാലും ആ വിഷയത്തിലാണ് ഇക്കാര്യത്തിൽ കെ മുരളീധരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ സർക്കാർ മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ അന്നത്തെ കോൺഗ്രസ് പ്രവർത്തകനെ അവിടെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ, മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥനാണ് നിലവിൽ ഈ ആഘോഷത്തിന് പിന്നിൽ. അയാളാണ് ഈ പ്രതികളെ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടുപോയി ഓണാഘോഷത്തിൽ പങ്കെടുപ്പിച്ചത്. IP ബിനുവിന് വസ്ത്രങ്ങൾ വാങ്ങി നൽകിയതും ഈ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അയാളുടെ പേര് പറയുന്നില്ല, കാരണം താൻ മന്ത്രി ആയതുകൊണ്ട് പേര് പറയുന്നത് അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇട്ടിരുന്ന അതേ ഡ്രസ് കോഡ് ഉൾപ്പെടെ ഇട്ടാണ് IP ബിനു അവിടെ ഒപ്പിടാനായി എത്തിയതും ഓണാഘോഷത്തിൽ പങ്കെടുത്തതും. എന്തായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട്. ഇരു കൂട്ടർക്കും ഒരു പ്രശ്നമുണ്ടാകുന്ന വിധത്തിലുള്ള വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോയിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെന്നത് പ്രാഥമികമായി നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ ഇങ്ങനെ ഓണാഘോഷിച്ചത് അത് ഏത് തരത്തിലാണ് എടുക്കാൻ പോകുന്നത്, കോടതിയിൽ ഒരുപക്ഷെ ഇത്തരം നടപടികൾ പോലീസ് തന്നെ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് എന്തായാലും കടക്കുക. പക്ഷേ ഈ പ്രതികൾ പറയുന്നത് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഒപ്പിട്ട ശേഷം പ്രതികളെ സ്റ്റേഷനിൽ തുടരാൻ അനുവദിച്ചത് വീഴ്ചയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നു.